Hey guys, Assalamu alaikum, welcome back. ഇന്നില്ലേ 7 to 9:30 വരെയുള്ള വ്ളോഗാണ്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടോക്കണേ. ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ 7 മണി മദ്രസയിൽ കുട്ടികളെല്ലാം വിട്ടിട്ട് 7 മണി ആയാലും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കത്തലിന് വേണ്ടിയിട്ടുള്ള അരി ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കലാണ്. നല്ലപോലെ കഴുകിയെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ വിചാരിക്കും നാളെ രാവിലെ എണീച്ചിട്ടിങ്ങനെ വീഡിയോ എല്ലാം ചെയ്യണം, നല്ലപോലെ വീഡിയോ എല്ലാം എടുക്കണമെന്നെല്ലാം വിചാരിക്കും. പക്ഷേ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും. കുട്ടികളെക്കാളും കൂടുതൽ മടി ഉണ്ടാകുന്ന എനക്കായിരിക്കും. അവരെ വിളിച്ചെണീപ്പിക്കണം, എന്നിട്ട് മദ്രസയിൽ പറഞ്ഞേക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനില്ലേ. അപ്പോൾ അവരെക്കാളും കൂടുതൽ എനിക്കായിരിക്കും മടി ഉണ്ടാകുക. പക്ഷേ എന്നാലും ഞാൻ നേരത്തെ തന്നെ എണീച്ചിട്ട് എല്ലാം ചെയ്ത് വയ്ക്കലുണ്ട്. അങ്ങനെ അരിയെല്ലാം അരച്ച് എടുത്തിട്ടുണ്ട്. എണീറ്റപാടൊരു എന്താ പറയുക, ഒരു മടുപ്പ് പോലെ ആയിരിക്കും. പിന്നെ ഒരു ഹാഫ് അവർ കഴിഞ്ഞാൽ അങ്ങ് ഓക്കെ ആയി കിട്ടും. അപ്പോൾ ഇതാ ഞാൻ രാവിലെ ഒരു പ്രാവശ്യം ചായ കുടിച്ച്. ഇതിപ്പോൾ ഉമ്മ ചായ കുടിക്കുമ്പോൾ എനിക്ക് ചായ കൊണ്ട് തന്നെയാണ്. പക്ഷേ മധുരം അധികമായതുകൊണ്ട് ഞാൻ കുടിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ രാവിലെ റിയാസ്ക്ക് മുട്ട ബ്രെഡ് വാട്ടിയിട്ടേനും കൊടുത്തേ. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ കത്തലിന് വേണ്ടിയിട്ടുള്ള കറി നമ്മൾ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കടലയും കഴുകിയിട്ട് വേഗം കറിയാക്കിയിട്ട് 2 ദിവസം ഞാൻ അവർക്ക് ചോറാണ് കൊടുത്തു വിട്ടിനെ ഉച്ചക്ക് ലഞ്ചിന് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ രണ്ടാളും കഴിച്ചിട്ടില്ല. ഫീലു കഴിച്ചിന്. പക്ഷേ ഫീലു അന്നേരം ഫീലിന് ഇഷ്ടമായിന് കഴിക്കാൻ. പക്ഷേ ഇത് കഴിക്കാണ്ട് വേസ്റ്റ് ഹോട്ടലിൽ അങ്ങനെ തന്നെ കൊണ്ടിടുക ചെയ്തത്. അപ്പോൾ ടീച്ചർ വിളിച്ചേരം ഇങ്ങനെ പറഞ്ഞു, വേസ്റ്റിൽ കൊണ്ടിടുക ചെയ്യൽ. അതുപോലെ ഞാൻ അവളോട് ചോദിച്ചുതരാം, അവളും അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ തൊട്ട് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. കത്തലാകുമ്പോൾ അവളും അങ്ങനെ കഴിക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്ന് അവർക്ക് ലഞ്ചിന് ഇത് തന്നെ രാവിലത്തെ ദോശ തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ കറിക്ക് വേണ്ടിയിട്ട് നമ്മളെ മല്ലിപ്പൊടി ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും അതുപോലെ മുളക് പൊടിയും എടുത്തിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചില ആളിങ്ങനെ എന്താ പറയുക, മൂപ്പിക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് കറി വെക്കുന്നുണ്ട്. അങ്ങനെയും വെക്കാം. പക്ഷെ ഉമ്മാക്ക് ഇതുപോലെ ഇങ്ങനെ വറുത്തിട്ടല്ലാന്ന് ആക്കുന്ന ഇഷ്ടം. അങ്ങനെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാലയും പിന്നെ കറിവേപ്പില അതുപോലെ ഒരു ഉള്ളിയും പിന്നെ അതുപോലെ ഗരം മസാല ഇട്ട് പിന്നെ എന്തേലും ഉപ്പിടണമല്ലേ. അങ്ങനെ ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കടല വേവിക്കാൻ വെക്കാം. നമ്മളിവിടെ ഒരു 5-6 വിസിലെടുത്തിന് കേട്ടോ കടല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യൽ. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുക്കർ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ ബ്രെഡ് വാട്ടാൻ വേണ്ടിയിട്ടെടുത്ത് ഒരു സംഭവങ്ങളെല്ലാം ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരണ്ടി എടുക്കലാണ്. അപ്പം തേങ്ങേൻ്റെ സൈഡ് നോക്കുമ്പോൾ ഇവിടെ കുട്ടികൾ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ കടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്കിങ്ങനെ തേങ്ങ വയ്ക്കുന്നില്ല ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തേങ്ങ ചിരണ്ടി നോക്കുമ്പോൾ കുറച്ച് അധികമായിപ്പോയി. അങ്ങനെ അതിൻ്റെ പകുതി മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ, അരക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. കറിക്ക് വേണ്ടിയിട്ട് പകുതി അങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ തേങ്ങ ഒന്നും പൊടിയോളം ഒന്നും ഇടാണ്ട് അങ്ങനെ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതും കൂടി ഉമ്മാക്ക് ഞാനവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കുക്കറെല്ലാം വിസിൽ വന്ന് എന്നിട്ട് ഞാനെന്തോ കരിഞ്ഞ മണം സ്മെല്ലടിച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ദോശൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ചെറുതായി കരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മയുടെ ദോശ ചുടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം കുട്ടികളെ ടൈം ടേബിൾ വേഗം ഒന്ന് ശരിയാക്കി ബാഗിൽ വെക്കട്ടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല മഴക്കാറ്, ഭയങ്കര കോട ഇറങ്ങിയ പോലത്തെ നല്ല മഴക്കാറ് രാവിലെ തന്നെ. അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടാലൊന്ന് വീഡിയോ എടുത്ത് പുറത്തെ ഇതാണ് കേട്ടോ. നല്ല മഴക്കാറുണ്ട്.
രാവിലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തായിരിക്കും അധികം മഴയും പെയ്യുക. ഞാനെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. കുടയൊന്നും നനക്കാണ്ട് ബാഗിലിങ്ങനെ വെച്ചിട്ട് കുടയൊന്നും നനക്കരുതെന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ പോകണമെന്നെല്ലാം വിചാരിക്കും. പക്ഷേ അന്ന് മഴ പെയ്യും, കുട നമ്മളെ കൊണ്ട് തുറപ്പിച്ചിട്ട്. അപ്പം നനഞ്ഞ കുടയെല്ലാം ബാഗിൽ വെക്കുമ്പോൾ എന്തോ പോലെയല്ലേ. അപ്പം ഞാനെല്ലാം സ്കൂളിൽ പഠിക്കുമ്പം പകുതി മഴയും നനഞ്ഞിട്ട് തന്നെയായിരിക്കും പോക്കുണ്ടാകൽ. കുട നനക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെയെല്ലാം ചെയ്യൽ. അങ്ങനെ ഞാനിവിടെ കുട്ടികൾക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ തുളസിൻ്റെ വെള്ളമാണ് ഇന്നും എടുത്തിട്ടുള്ളത്. പിന്നെന്താണ് ഇനിയിപ്പോൾ അവർ മദ്രസ വിട്ട് വരുമ്പോഴത്തേക്കും അവരെ ബോട്ടിലെല്ലാം വെള്ളം നിറച്ച് വെക്കണം. അതുപോലെ സ്നാക്ക്, ലഞ്ച് അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. അപ്പോഴത്തേക്കും സമയം 8 മണി ആയിട്ടുണ്ട്. അവർ 8:30 ആകുമ്പോൾ അന്ന് വരിക. അങ്ങനെ ഉമ്മ ദോശ ചുട്ട് ഏകദേശം കഴിയാനായി. അപ്പം ഞാൻ വേഗം തന്നെ എടുത്തിട്ട് അവരെ ലഞ്ചിലെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. അവരെ മുന്നിൽ നിന്ന് ഞാനിത് ലഞ്ചിലിട്ട് വെക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇത്രയൊന്നും വേണ്ടാന്നെല്ലാം പറയും. അവരില്ലെങ്കിൽ ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കലുണ്ട്. പക്ഷേ എന്നാലും കഴിക്കലൊന്നുമില്ല. പിന്നെ സ്നാക്കിന് വേണ്ടിയിട്ട് പഴമാണ് കേട്ടോ. പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പഴമെല്ലാം കഴിക്കുമെന്ന് വിചാരിക്കുന്നു. അധികം വാട്ടിയിട്ട് കൊടുത്താലേ കഴിക്കുള്ളൂ, ഇങ്ങനെ പച്ചയോടെയൊന്നും കഴിക്കില്ല. പിന്നെ ഫീലുവിൻ്റെ ഇതുപോലെ സ്നാക്കിൻ്റെ ബോക്സും അതുപോലെ ലഞ്ച് കിറ്റെല്ലാം സ്കൂളിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ അവൾ വന്നിന്. വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് വരുമ്പോൾ അത് അവിടെ തന്നെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന്നെ അവർ മദ്രസെല്ലാം വിട്ട് വന്ന് പിന്നെ വേഗം തന്നെ അവരെ റെഡിയാക്കി എടുത്ത് പിന്നെ അവരെ റെഡിയാക്കി എടുക്കുന്ന വീഡിയോയിൽ എടുക്കാൻ നിന്നാൽ ഭയങ്കര സമയം അധികം വേണ്ടി വരും. പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ അവരെ മാറ്റി റെഡിയാക്കി ഇരുത്തി. എന്നിട്ട് ഇതിപ്പോൾ അവർക്ക് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം റിയാസ്ക്കും ഫുഡെല്ലാം കഴിച്ച്. അപ്പോൾ ഇതിപ്പോൾ ചെരുപ്പിടാൻ വേണ്ടിയിട്ടുള്ള അടിയാണ്. ഓളെ ചെരുപ്പ്, അതായത് ഫീലുവിൻ്റെ ഇതുപോലത്തെ ചെരുപ്പ് ഓളെ പൊട്ടിപ്പോയി. അതായത് ഐദുവിൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ഓൾക്ക് ഇന്ന് ഏത് ചെരുപ്പിടണമെന്നുള്ള അടിയാന്നുണ്ട്. അത് അടിയെന്ന് വെച്ചാൽ ഇവളിങ്ങനെ കരയില്ല, എനിക്ക് ഇത് വേണ്ട അത് മതി എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവരിറങ്ങി. അപ്പോൾ ബസ് വരേണ്ട ടൈമായി. അപ്പോൾ 9 മണിയായപ്പം തന്നെ നമ്മൾ ഇറങ്ങി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ ഈ റോഡുമ്മിലേക്ക് കൂടി തന്നെ സ്കൂൾ ബസ് പോക്കുണ്ട്. അങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാണ് കേട്ടോ. ഈ ചെരുപ്പിടെ റീയും വേഗം തന്നെ അവരെ കൂടെ തന്നെ പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. പോകാൻ വേണ്ടി നോക്കുന്നതാണ് കേട്ടോ. ഇറങ്ങിയ ആൾ പുറക്കുന്ന ഇറങ്ങിയിട്ട് പോക്കാന്ന്. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ബസ് കാത്തിക്കലാണ് കേട്ടോ. റിയാസ്കേൻ്റെ കുട്ടികൾ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ റിയാസ്ക അവിടെ തന്നെ നിന്ന്. അങ്ങനെ നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വന്നാൽ ബസ് എന്തായാലും ലേറ്റാവും. പക്ഷേ ഒരു 2 മിനിറ്റ് നമ്മൾ ലേറ്റായാൽ ബസ് അന്ന് നേരത്തെ വരും കേട്ടോ. നമ്മളൊന്ന് നേരെ വൈകിയാൽ ബസ് അന്ന് നേരത്തെ തന്നെ അന്ന് എത്തും. പിന്നെ ബസ് വന്നാൽ വേഗം ഇതൊന്നും ചെയ്ത് കൊടുക്കാനാവില്ല. ചെരുപ്പിടലും ഇതുപോലെ ബാഗ് എടുക്കലൊന്നും പെട്ടെന്നൊന്നും കഴിയൂല, ചെരുപ്പിടലെല്ലാം. പക്ഷേ എങ്കിൽ നേരത്തെ എല്ലാം ചെയ്തിട്ട് നമ്മളിവിടെ വന്ന് നിന്നാൽ പ്രശ്നമില്ല. അങ്ങനെ ബസ് വന്നിട്ടുണ്ട്. ഒരു 9:25 ആകുമ്പോഴത്തേക്കും ഇവിടെ സ്കൂൾ ബസ് വന്ന് ഇങ്ങനെ അവരെ സ്കൂളിലേക്ക് വിട്ട്. അങ്ങനെ രണ്ടാൾ സ്കൂളിലേക്ക് പോയിട്ടാ. പോയി കഴിയുമ്പോൾ എന്തോ ഒരു സങ്കടം പോലെ ആയിരിക്കും. ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ കുറച്ച് സമയത്തേക്ക്. അങ്ങനെ റിയാസ്ക്കും പോയി. പിന്നെ ഞാൻ പരക്കേക്ക് പോക്കാന്ന്. പരക്കെ ഇങ്ങനെ നടന്ന് മെല്ലെ പോകുന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ തൊട്ട് ഒരു 9:30 വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതിന് ശേഷം എപ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാവില്ലേ. രാവിലെ ഇങ്ങനെ തന്നെയാണ് ഏകദേശം ഉണ്ടാവില്ലേ.
പിന്നെ ഇങ്ങനെ റൂമിലേക്ക് കയറി നോക്കുമ്പോൾ എന്താ ഈടെ ഇയാൾ നല്ല ഉറക്കാന്ന്, മോന് ഭയങ്കര ഉറക്കാന്ന് കേട്ടോ. രാവിലെ അവിടെ എണീച്ചിനെ, സ്കൂളിൽ എല്ലാവരും മദ്രസയിൽ പോകുന്ന ആ ടൈമിൽ എണീച്ചിനെ, എന്നിട്ട് ഉറങ്ങിയതാണ് അത്. അങ്ങനെ ഞാനും അങ്ങനെ ദോശ കഴിക്കിട്ട് ഞാൻ ഇന്നലത്തെ മീൻകറി ഉണ്ടേനു, അങ്ങനെ മീൻകറിയും കൂട്ടിയിട്ട് ദോശ കഴിക്കലാന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.